ജമാഅത്തുകളെ അണിനിരത്തിക്കൊണ്ട് 1974 ആരംഭിക്കുകയും ഇന്ന് 75 ജമാഅത്തുകളുടെ കൂട്ടായ്മയായി വളരുകയും ചെയ്തിട്ടുള്ള ഒരു വലിയ പ്രസ്ഥാനമാണ് കാഞ്ഞങ്ങാട് സംയുക്ത മുസ്ലിം ജമാഅത്ത്. നമ്മുടെ ഈ ജമാഅത്ത് പരിധിയിലെ മഹല്ലുകൾക്കിടയിൽ, മഹല്ലിലെ വിശ്വാസികൾക്കിടയിൽ, മഹല്ലിൽ ഉൾപ്പെട്ടിട്ടുള്ള കുടുംബങ്ങൾക്കിടയിൽ ഉയർന്നു വരുന്ന പ്രശ്നങ്ങളിലൊക്കെ പരമാവധി ഇടപെട്ട് ഇസ്ലാമിക കാഴ്ചപ്പാടനുസരിച്ച് ആ വിഷയങ്ങളിൽ പരിഹാരം ഉണ്ടാക്കുകയും സമൂഹത്തിന് ഓരോ ഘട്ടത്തിൽ ആവശ്യമായി വരുന്ന പ്രശ്നങ്ങളിൽ, വിഷയങ്ങളിൽ ഉചിതമായ വിധം ഇടപെട്ടുകൊണ്ട് നമ്മുടെ സമൂഹത്തിൻ്റെ, സമുദായത്തിൻ്റെയും പൊതുസമൂഹത്തിൻ്റെയും സ്വാസ്ഥ്യപൂർണമായ നിലനിൽപ്പിന് വേണ്ടി നിരന്തരമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് സംയുക്ത മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി. അതിനിടയിൽ 2010 നമ്മൾ ആരംഭിച്ചിട്ടുള്ള പണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ സ്മരണാർത്ഥം ആരംഭിച്ചിട്ടുള്ള ശിഹാബ് തങ്ങൾ മാംഗല്യ നിധി ഇതിനകം 500-ൽ പരം പാവപ്പെട്ട പെൺകുട്ടികൾക്ക് അവരുടെ വിവാഹത്തിന് ഓരോ ലക്ഷം രൂപ സഹായിക്കുന്ന ഒരു പദ്ധതിയായി മാറുകയും അതിപ്പോൾ തുടർന്ന് പോരുകയും ചെയ്യുകയാണ്. വാതിലയിലെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നമ്മൾ ഹജ്ജ് ചെയ്യേണ്ട ആ ഭൂമിക പോലും അശാന്തിയുടെ നിഴലിലാണ്. ലോകമാകെ ഒരു യുദ്ധമുഖത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. നമ്മൾ ആദ്യമൊക്കെ ധരിച്ചത് അത് ഇസ്രായേലും ഫലസ്തീനും തമ്മിലുള്ള പ്രശ്നമാണ്, ഇസ്രായേലും ഇറാനും തമ്മിലുള്ള പ്രശ്നമാണ്, അമേരിക്കയും ഇറാനും തമ്മിലുള്ള പ്രശ്നമാണ് എന്നാണ് നമ്മളെങ്കിലും ധരിച്ചു വെച്ചിരുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ അതല്ല. അത് ഇന്ന് ലോകത്തെ മൊത്തം പിടിച്ചു കൊടുക്കുന്ന പ്രശ്നമാണ്. ഹോർമുസ് കടലിടുക്ക് എന്ന് പറയുന്ന ആ ഒരു കടലിടുക്ക് ഒരു ചെറിയൊരു പ്രദേശമാണത്. ആ പ്രദേശം, ആ കടലിടുക്ക് തുറക്കപ്പെട്ടില്ലെങ്കിൽ ഈ ലോകമാകെ പട്ടിണിയിലേക്ക് എത്തിപ്പോകുന്ന അവസ്ഥാവിശേഷമാണ് അഭിമുഖീകരിക്കാനിരിക്കുന്നത് എന്നാണ് നമ്മളിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ നിലയിൽ ലോകത്തെ തന്നെ ബാധിക്കുന്ന ഒരു വലിയ യുദ്ധമുഖത്ത് നമ്മൾ നിൽക്കുന്നു. ആ യുദ്ധമുഖത്ത് ഏറ്റവും കൂടുതൽ ഇത് ബാധിക്കുന്ന ഒരു ജനത എന്ന് പറയുന്നത് പരിശുദ്ധ കഅബ, മക്കയും മദീനയും ഒക്കെ ഉൾക്കൊള്ളുന്ന സൗദി അറേബ്യ ഉൾപ്പെടെ അറേബ്യൻ രാജ്യങ്ങളാണ്. അവിടെ ഇറാൻ ആക്രമിച്ചാലും അമേരിക്ക ആക്രമിച്ചാലും ആ അക്രമത്തിന്റെ ആഘാതം ആദ്യം തട്ടുന്നത് ആ മണ്ണിലാണ്. ആ മണ്ണിൽ പാർക്കുന്ന അവിടുത്തെ മനുഷ്യർക്കാണ്. ആ മണ്ണിൽ ജീവിതം തേടിയെത്തിയിട്ടുള്ള ലോകത്തെങ്ങുമുള്ള മനുഷ്യർക്കാണ്. അപ്പൊ ആ നിലയിൽ ഒരു വലിയ പ്രതിസന്ധിയാണ് നമ്മുടെ മുമ്പിൽ രൂപം കൊണ്ടിരിക്കുന്നത്. അവസാനത്തോടു കൂടിയൊക്കെ മഹാനായ തങ്ങളവറുകളുടെ അടക്കം തീയതി ഉറപ്പിച്ചുകൊണ്ട് ഇന്നേക്ക് യാത്രയിൽപ്പെട്ട ചിലരെങ്കിലും ഹജ്ജിന് പോയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അവർക്ക് കൂടിയുള്ള യാത്രയപ്പായിട്ട് ഇത് തക്ക രൂപത്തിൽ, ലോകത്തിന് നന്മ നൽകുന്ന രൂപത്തിൽ ആ പ്രശ്നങ്ങൾക്ക് അല്ലാഹു പരിണതി ഉണ്ടാക്കട്ടെ, പരിഹാരം ഉണ്ടാക്കിയെടുക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ എന്നീ സന്ദർഭത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളെ നമസ്കാരങ്ങളിൽ എല്ലാം തന്നെ ഈ കാര്യം ഉയർത്തിക്കൊണ്ട് പരിശുദ്ധ ഹജ്ജ് ചെയ്യാൻ ഉതകുന്ന ഒരു ഹജ്ജ് ചെയ്ത് തിരിച്ചു വരാനാണ് അള്ളാഹുവിന്റെ വിധിയെങ്കിൽ ആ തിരിച്ചു വരാൻ സൗകര്യമുണ്ടാകാൻ ഒക്കെ നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇതിന്റെ അവസ്ഥയും ഒട്ടും വ്യത്യസ്തമല്ല. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഇസ്ലാമിനോടുള്ള എതിർപ്പ് മുസ്ലിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും തെറ്റുകളുള്ളത് കൊണ്ടൊന്നുമല്ല. ലോകത്തെല്ലാവർക്കും അറിയാം, എല്ലാ ജാതി, മത, കക്ഷി, രാഷ്ട്രീയ, ദേശ, ഭാഷ ചിന്തകൾക്ക് അതീതമായി സ്നേഹിക്കാനും എല്ലാ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റുമായ ബഹുമാനപ്പെട്ട നമ്മുടെ ജിഫിരി മുത്തുക്കോയ തങ്ങൾ മഹാനവറുകളെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. വിശുദ്ധമായ ഹജ്ജിനോടനുബന്ധിച്ചുകൊണ്ട് നമുക്ക് വേണ്ട ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും മസാലകളും ഒക്കെ പറഞ്ഞ് ഇവിടെ പ്രസംഗിക്കാൻ വലിയ ബഹുമാനപ്പെട്ട കെ.സി. മുഹമ്മദ് ബഖറി വർഷത്തിൽ ഒരിക്കൽ നിർവഹിക്കപ്പെടേണ്ട ഒരു
വിഭാഗത്തും കൂടിയാണ്. അതിന് തന്നെ അതിന് ചില പ്രത്യേകമാവുന്ന അതിൻ്റെ നിബന്ധനകളും അതിൻ്റെ സൗകര്യങ്ങളൊക്കെ ഒത്തുവന്ന ആൾക്ക് മാത്രമേ ആയുസ് വെച്ചതിന് അത് നിർബന്ധമാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധമാവുന്ന വിഭാഗത്തിനെ നമുക്ക് ഉജൂബാക്കി നിർബന്ധമാക്കി. ആ നിർബന്ധമാക്കി അത് ആരൊക്കെ ചെയ്യണം എന്നത് അസലിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചു. അതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിളിച്ചു. ഹജ്ജ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലം മുതൽ തുടങ്ങിയതല്ല. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലം മുതൽ തന്നെ ഹജ്ജിനെ അല്ലാഹു ശറഈ ചെയ്തിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കഅബത്തിന് പുനർനിർമ്മാണം നടത്താൻ വേണ്ടി കൽപ്പിച്ചു. അത് ഇബ്രാഹിം നബിന്റെ മുമ്പും അതിനെ പുനർനിർമ്മാണം നടത്തപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രത്യേകമായ അനുമതിയോടുകൂടി അല്ലാഹു നിശ്ചയിക്കപ്പെട്ടതായ അതിൻ്റെ കണക്കനുസരിച്ച് നോളം വീതിയൊക്കെ അതനുസരിച്ച് മലായികത്ത് ഇവിടെ സ്ഥാപിച്ച ഒരു ഭവനാണ് കഅബ. ആ കഅബത്തിന് പല ഘട്ടങ്ങളിലും അതിൻ്റെ പുനർനിർമ്മാണം നടത്തപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും ശ്രദ്ധേയമായ ഒരു പുനർനിർമ്മാണമാണ് മഹാനാവുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമും കൂടി കഅബത്തിന് പുനർനിർമ്മാണം നടത്തി. അള്ളാഹുവിന്റെ കൽപ്പനയെന്ന് അവരോട് അങ്ങനെ നടത്തി കഴിഞ്ഞതിൻ്റെ ശേഷം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമും കഅബത്തിന്റെ സമീപത്ത് നിന്നുകൊണ്ട് ദുആ ചെയ്തു. ഇബ്രാഹിം നബി ദുആ ചെയ്തു. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം മറ്റ് മുഖദ്ദസ്തായ അർവാഹുകൾ മലക്കുകൾ അടക്കമുള്ളവർ അവിടുന്ന് ആമീൻ പറഞ്ഞു. അതാണ് ദുആ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടുള്ള നമസ്കരിച്ചതിൻ്റെ ശേഷം ഒരാൾ ദുആ ചെയ്യും, മറ്റൊരാൾ ആമീൻ പറയാന്ന് പറഞ്ഞാൽ ആമീനും ദുആ എന്നാണ്. ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമും മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ദുആ ചെയ്തപ്പോൾ മൂസ നബിയാണ് ദുആ ചെയ്തത്. ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആമീൻ പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദുആനെ സംബന്ധിച്ച് ഖുർആനിൽ വിശേഷിപ്പിച്ചത് വഖദ് ഉജീബത് ദഅവതുകുമാ, നിങ്ങൾ രണ്ടാളെ ദുആക്കും ഉത്തരം നൽകപ്പെട്ടു. അവിടെ ദുആ ചെയ്തത് ഹാറൂൻ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. ഹാറൂൻ നബി ആമീൻ എന്ന് പറഞ്ഞു. അപ്പൊ ആമീൻ എന്നുള്ളത് അത് ദുആയാണ്. അതുകൊണ്ടാണ് കഅബും പുനർനിർമ്മാണം നിർവഹിക്കപ്പെട്ടപ്പോൾ അല്ലാഹു അവരോട് ദുആ ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചു. രണ്ടാളിൽ നിന്നുള്ള ഒരാൾ ദുആ ചെയ്തു, മറ്റൊരാൾ ദുആക്ക് ആമീൻ ചെയ്തു. അങ്ങനെ ആ ദുആ ചെയ്തതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കൽപ്പിച്ച ഒരു കൽപ്പനയാണ് വാദ്യം ഫിന്നാസി ബിൽ ഹജ്ജ്. ജനങ്ങളോട് ഹജ്ജ് ചെയ്യാൻ വേണ്ടി വിളിച്ചു പറയണം. ഹജ്ജ് ഒരു നിർബന്ധമായ ഒരു വിഭാഗത്താണ്. അത് വർഷത്തിലൊരിക്കൽ ഈ പ്രത്യേകമാവുന്ന സ്ഥലങ്ങളിൽ വെച്ചുകൊണ്ട് നിർവഹിക്കപ്പെടേണ്ടതാണ്. അതിന് വിളിച്ചു പറയാൻ വേണ്ടി കൽപ്പിച്ചു. അപ്പൊ ഇബ്രാഹിം നബി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിച്ചു, പഠിച്ച തമ്പുരാൻ, ഞാൻ വിളിച്ചു പറഞ്ഞാല് ഈ ലോകത്തുള്ള സർവ അർവാഹുകളും അതെങ്ങനെയാണ് തീർക്കുക? അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബിയോട് പറഞ്ഞത്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞത്, വിളിച്ച് പറഞ്ഞു ഇബ്രാഹിമെ, അതിനെ ആ വിളിനെ കേൾപ്പിക്കാനുള്ള പ്രത്യേകമാവുന്ന ചില അതിൻ്റെ മാർഗങ്ങളുണ്ട്. ആ മാർഗങ്ങൾ അത് ഞാൻ അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സാധാരണ ശബ്ദത്തിൽ വിളിച്ചപ്പോൾ ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ വിളി ആരൊക്കെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അസല് ഹജ്ജിനെ ചെയ്യാൻ വേണ്ടി അല്ലാഹു നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ആളുകൾ, അവരൊക്കെ അവർ എവിടെയാണോ ഉള്ളത്, അവർ ആത്മാക്കളുടെ ലോകത്ത്, അതല്ലെങ്കിൽ ഉമ്മമാരുടെ വയറ്റില്, അല്ലെങ്കിൽ വാപ്പന്മാരുടെ പൊതുവിലുള്ള പിന്നെ ബീജമായിട്ടോ മറ്റോ ഉള്ള ഒരവസ്ഥ,
ഏത് അവസ്ഥയിലാണെങ്കിലും അവരൊക്കെ അതിന് ഉത്തരം ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മളൊക്കെ ഉത്തരം ചെയ്തിട്ടുണ്ടാവും പോയവരൊക്കെ. ആ ഒരു സംഭവം നമുക്ക് ഓർമ്മയില്ല. അതെന്താ കാരണം എന്ന് വെച്ചാൽ ഹജ്ജ് ചെയ്താൽ യോമ വലതത്തുഹൂന്നല്ലേ പ്രസവിക്കപ്പെട്ട ദിവസം പോലെ ഉള്ള ഒരു വിശുദ്ധിയായിരിക്കും ഹജ്ജ്. അതിന്റെ സ്വീകരിക്കപ്പെടുന്ന സ്വഭാവത്തിൽ ഒരാൾ ചെയ്താൽ അവനുള്ള സർവ്വ ദോഷങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്ത് മാപ്പാക്കും. അതാണ് യഥാർത്ഥത്തിൽ ഉമ്മ പ്രസവിക്കപ്പെടുമ്പോഴുണ്ടാവുന്ന ഒരു വിശുദ്ധി. ആ വിശുദ്ധി തക്ലീഫിന്റെ ലോകത്തേക്ക് നമ്മൾ എത്തിയാലും നമ്മൾ മുക്കല്ലഫീങ്ങളായി തീർന്നതിന് ശേഷവും ആ വിശുദ്ധി നമ്മൾ നിലനിർത്താൻ സാധിക്കണം. ആ വിശുദ്ധി നിലനിർത്താൻ സാധിക്കാത്തതുകൊണ്ട് നമുക്ക് ആ സംഭവത്തെ നമ്മളങ്ങനെ ഉത്തരം ചെയ്ത് നമുക്കെന്നെ സംശയമാണ് എങ്ങനെ ഇപ്പൊ എപ്പോഴാണ് ഉണ്ടായി. അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ടെന്നല്ലേ, ആ സംഭവം ഉണ്ടായിട്ടുണ്ട്. ആ സംഭവം ഉള്ളതിനെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയുന്നില്ല. അപ്പൊ നമ്മളെ ആത്മാവ് നമ്മളെ ശരീരവുമായി കൊണ്ട് ബന്ധപ്പെട്ടപ്പോൾ ആ ആത്മാവിലേക്കുള്ളതായ ആ വിശുദ്ധി നമ്മുടെ ശരീരം വളർന്ന് അത് തക്ലീഫിന്റെ ഒരു സമയത്ത് എത്തിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തക്കാലീഫുകൾ, ഇന്ന സംഗതി വുജൂബാണ്, ഇന്നത് ഹറാമാണെന്നുള്ള ഈ തക്കാലീഫുകൾ നമ്മളോടൊക്കെ ബന്ധപ്പെടാം. അപ്പൊ അല്ലാഹുവിന്റെ ആ തക്കാലീഫുകൾ അനുസരിച്ചുകൊണ്ട് നമ്മൾ നിൽക്കണം. അത് നിൽക്കാത്തത് കാരണം നമുക്ക് അതിനെ മറപ്പിക്കപ്പെട്ടു പോകും. നേരെ മറിച്ച് അതേ വിശുദ്ധിയിലുള്ള ആളുകൾക്ക് അതറിയും. മഹാന്മാരാവുന്ന അല്ലാഹുവിന്റെ അമ്പിയാക്കന്മാർക്ക് ആ സംഭവം അവർക്ക് അറിയും. സർവ്വ അമ്പിയാക്കന്മാർക്കും അതറിയും, അവർക്ക് ആ സംഭവം അറിയും. കാരണം എന്തുകൊണ്ട്? അവര് ഉമ്മ പ്രസവിക്കപ്പെട്ട ദിവസത്തിലുള്ള ആ വിശുദ്ധി അവര് തക്ലീഫിന്റെ ലോകത്ത് എത്തിയപ്പോഴും ആ വിശുദ്ധി അവരിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടില്ല. അവര് അല്ലാഹുവിന്റെ മഅ്മൂറാത്തുകളെയും മൻഹിയാത്തുകളൊക്കെ പരിപൂർണമായി ശ്രദ്ധിച്ചു, അതിനെ പൂർണ്ണമായി അനുസരിച്ചുകൊണ്ട് അവർ ജീവിച്ചു. അപ്പൊ ആത്മാവിലേക്കുള്ള ആ വിശുദ്ധി ഒരു നിലക്കും നഷ്ടപ്പെടാതെ അത് സൂക്ഷിച്ചവർക്കൊക്കെ അറിയാം അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന്. അല്ലാതെ നമുക്കത് അറിയില്ല. അപ്പൊ നമുക്കത് അങ്ങനെ സംഭവം ഉണ്ടാകുന്നത് ഓർമ്മയില്ല. പക്ഷെ നമ്മളൊക്കെ പലരും കേൾക്കുന്നുള്ളൂ. അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വിളിച്ചിട്ടുണ്ട്, കുടിക്ക് ഉത്തരം ചെയ്തവർക്കൊക്കെ ഹജ്ജിന് പോകാൻ കഴിയുള്ളൂ. അത് സംഭവമാണ്, യാഥാർത്ഥ്യമാണ്. പക്ഷെ ആ വിളിക്ക് നമ്മൾ ഉത്തരം ചെയ്ത സംഭവത്തിനെ പറ്റി നമുക്ക് ആർക്കും ഓർമ്മയില്ല. അത് ഇല്ലാതിരിക്കാനുള്ള കാരണം ഒന്നിതാണ്. ഇനി പല കാരണം ഞാൻ അതിലേക്കൊന്ന് ഈ അവസരത്തിൽ അറിയാം. അപ്പൊ ഏതായാലും ഇബ്രാഹിം നബി മഹാനാവുന്ന ഒരു നബിനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചത്. നമ്മളോടൊക്കെ വിളിച്ചു പറയാൻ വേണ്ടി അല്ലാഹു ഏൽപ്പിച്ചത് നമ്മളൊക്കെ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഭവനത്തിലേക്കും അതിന്റെ ചുറ്റുമുള്ള പുണ്യമായ സ്ഥലങ്ങളിലേക്കൊക്കെ വിളിക്കുന്നത് അല്ലാഹുവിന്റെ പ്രവാചകന്മാരെ കൂട്ടത്തിൽപ്പെട്ട ഏറ്റവും വലിയൊരു പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അതേ രൂപമാണ് ഇബ്രാഹിം നബിക്ക് ഉണ്ടായിരുന്നല്ലേ റസൂൽ പറയുന്നത്. എല്ലാ അമ്പിയാക്കന്മാരും ഞാൻ കണ്ടു, ഇബ്രാഹിം ഞാൻ കണ്ടു. ഇബ്രാഹിം എന്ന് പറഞ്ഞു. ഇബ്രാഹിമിന്റെ മക്കളിൽ നിന്ന് ഇബ്രാഹിമിനോട് ഏറ്റവും അധികം സാദൃശ്യമുള്ളവൻ ഞാനാണ്. അപ്പൊ റസൂലിനെ കണ്ടാൽ മതി. മൊത്തത്തിൽ ഇബ്രാഹിം നബി ആരാന്നുള്ളത് സ്ഥലങ്ങളിലേക്കാണ് നമ്മൾ ചെയ്യുന്നത്. ഓരോ സ്ഥലങ്ങളും തൗഹീദിന്റെ മീൻ നിന്നവർ മാത്രമല്ല, തൗഹീദിന്റെ മുശ്രിക്കുകളായ ആളുകളും കഅബത്തിന് ബഹുമാനിച്ചു. അല്ല, ആ നിൽക്ക് എല്ലാവരും ബഹുമാനിക്കപ്പെടുന്ന ജാഹിലിയത്തിലുള്ള കവികളും തന്നെ പറഞ്ഞു, ഈ പുണ്യമായ ഭവനം കൊണ്ട് സത്യം ചെയ്ത് പറയുന്നു. അപ്പൊ സത്യം ചെയ്ത് പറയാൻ മാത്രം പുണ്യമായ ഒന്നാണെന്ന ജാഹിലിയത്തിൽ ജീവിച്ച അവര് വരെ കഅബത്തിനെ പറ്റി മനസ്സിലാക്കിയത്. അല്ലതി ഖുറൈശിൽപ്പെട്ടതായ ആണുങ്ങളാണ് അവർ കൂടിയിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതായത് അതിൻ്റെ ഒരു പുനർനിർമ്മാണത്തിൽ അവരെ ഭാഗമൊക്കെ ആയിട്ടുണ്ട്. അതിനെ പറ്റിയാണ് ആ പറഞ്ഞത്. അവരതിന്റെ ചുറ്റും തവാഫും ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ പുണ്യമായ ഭവനാണ്. അപ്പൊ അതൊരു പുണ്യമായ ഭവനായിരുന്നു എന്നുള്ളത് എല്ലാവരും അംഗീകരിച്ചതായ ഒരു കാര്യമാണ്. എല്ലാവിധ ആളുകളും, മതമുള്ളവനും ഇല്ലാത്തവനും, ബഹുദൈവ വിശ്വാസികളും അല്ലാത്തവരും, അമ്പിയാക്കന്മാരെ കൊണ്ട് വിശ്വസിക്കാതെ തൗഹീദിന്റെ മേൽ മാത്രം നിന്നിരുന്ന ഒരു കൂട്ടരുടെ അല്ലാഹു വാഹിദാണെന്നുള്ളത് മനസ്സിലാക്കി. അമ്പിയാക്കന്മാരെ കൊണ്ട് വിശ്വസിച്ചിട്ടില്ല. അമ്പിയാക്കന്മാരെ കൊണ്ട് വിശ്വസിച്ചവരും ആ കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പീഠത്തിന് മുമ്പ് അവിടെ ഉണ്ടായി.
പക്ഷെ എല്ലാവരും കഴകത്തിനെ അവർ ബഹുമാനിച്ചു, അവരാദരിച്ചു. അപ്പൊ നമുക്കാണ് ആ ബഹുമാനം ആദരവൊക്കെ ഇല്ലാതെയാവുന്നത്. നമ്മൾ അങ്ങോട്ട് പോകുന്നത് പ്രത്യേകമാവുന്ന ഒരു വിഭാഗത്തിനാണെന്നുള്ള ഒരു ഉദ്ദേശം നമ്മളെ മനസ്സിലുണ്ടെങ്കിൽ അതില്ലാത്ത ആളുകളുണ്ട്. ഏതൊക്കെ പറഞ്ഞു തന്നെ ഉംറൊക്കെ ഉണ്ടായപ്പോൾ അവിടെയൊക്കെ നടന്ന് ഉംറ ചെയ്യാൻ വന്നു പറഞ്ഞപ്പോൾ തവാഫ് ചെയ്യാനെന്നല്ല പ്രധാനമായിട്ട് വന്നിട്ടുള്ളത്. ഇതിന്റെ ഈ പള്ളിയുടെ കാലൊക്കെ ഒന്ന് നോക്കി മനസ്സിലാക്കാൻ വേണ്ടി. അല്ല, അങ്ങനത്തെ ആളുകളുണ്ടാവും, മനസ്സിലായി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ വിശുദ്ധമായ ഭവനം, ആ ഭവനിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ പറയപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. ആ കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് യൗമ വലുതത്ത് ഉമ്മ പ്രസവിക്കപ്പെട്ട ദിവസം പോലത്തെ ഒരു വിശുദ്ധി നമുക്കുണ്ടാവും. അന്നേരത്തുള്ള ഒരു വിശുദ്ധി പിന്നീട് ജീവിതത്തിൽ നിലനിർത്തുകയും വേണം. ആ നിലനിർത്തിയാൽ അവന്റെ ഹജ്ജിന് അല്ലാഹു സുബ്ഹാനഹു ആ ഹജ്ജ് മബ്റൂറായ ഹജ്ജ് എന്ന് പറയാൻ പറ്റും. അപ്പൊ ഹജ്ജ് കഴിഞ്ഞാൽ പഴയ കാലത്തൊക്കെ ഹജ്ജ് കഴിഞ്ഞ് വന്ന ആളുകൾ ഹജ്ജിന്റെ മുമ്പ് അവർക്കുള്ള അവസ്ഥനേക്കാൾ വ്യത്യസ്തമായി കൊണ്ട് ഇപ്പൊ അല്ലാഹുവിലേക്ക് അടുക്കുന്ന ഒരു സ്വഭാവങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ന് 4 ദിവസമൊക്കെ നമ്മുടെ ആളുകളിൽ നിന്നുണ്ടാവും അങ്ങനത്തെ സ്വഭാവമൊക്കെ. 5 ദിവസം 6 ദിവസം അല്ലെങ്കിൽ 10 ദിവസം കഴിഞ്ഞാൽ പഴയ അവസ്ഥയിലേക്ക് തന്നെ എല്ലാവരും മടങ്ങുകയാണ്. അപ്പൊ അതുകൊണ്ട് ലോകമാകെ സമാധാനക്കുറവ് എന്നൊക്കെ പറഞ്ഞാൽ അത് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സംഗതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സമുദ്രത്തിലും കരയിലൊക്കെ ജനങ്ങൾ പ്രവർത്തിച്ച കാരണം കൊണ്ട് തന്നെ ഇവിടെ എല്ലാ നിരക്കുള്ള ഫസാദുകളൊക്കെ അവിടെ പ്രത്യക്ഷപ്പെടാത്തോടൊപ്പം ഓരോ വിഷയും കണ്ടോ, വിശപ്പുണ്ടാവും, പേടിണ്ടാവും. സമറാത്ത് പഴങ്ങൾക്കും മുതലുകൾക്കൊക്കെ കുറവുണ്ടാവും. ഇങ്ങനത്തെ ഒരു അവസ്ഥ ഇവിടെ ഉണ്ടായിത്തീരുന്ന അങ്ങനത്തെ പലതുകൊണ്ട് മനുഷ്യന്മാര് അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ മഖ്ലൂഖാത്തുകളിൽ നമ്മൾ. അപ്പൊ അല്ലാഹു ഇന്നൽക്കുള്ള ഗുണങ്ങളൊക്കെ നമുക്ക് ചെയ്തു തരിക. എന്നിട്ട് അള്ളാനെ മറന്നുകൊണ്ട് നമ്മൾ ജീവിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾക്കാണെങ്കിൽ ക്ഷമ വരും. നമ്മളെ സംബന്ധിച്ച് ചോദിച്ചൊക്കെ നമ്മൾ ഇത്രയ്ക്ക് എല്ലാ ഗുണം ചെയ്തു കൊടുക്കും. അപ്പൊ നമ്മൾ പറഞ്ഞ് കേൾക്കാതെ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് ക്ഷമ ഉണ്ടാവും? ഒരിക്കലും ഉണ്ടാവില്ല. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ റഊഫാണ്, റഹ്മാനാണ്, ഒക്കെ ശരിയാണ്. പക്ഷെ അല്ലാഹുവിന്റെ റഹ്ഫത്തിനേക്കാൾ ചിലപ്പോൾ അല്ലാഹുവിന്റെ ഉറവ് ഏതാവും അത് മേലെയായിരിക്കും. അങ്ങനത്തെ ചില അവസരങ്ങളുണ്ടാവും. അതാണ് പറയുന്ന മുഴുവൻ വിഷയം പേടിയപ്പോ നമുക്കൊക്കെ ഇല്ലേ? വിദേശത്ത് നമ്മളാളുകൾക്ക് മാത്രമല്ല അവിടെ താമസിക്കുന്നവർക്ക് പേടിയുണ്ട്. അവിടെ ഈ ഒരു അവസ്ഥ ഉണ്ടാവാൻ ആരൊക്കെയാണ് അതിന്റെ കാരണക്കാർ നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? എന്തൊക്കെ അനധികൃതമായിട്ട് വന്നിട്ട് പല രാജ്യങ്ങളെയും കയറി ആക്രമിക്കല്ലേ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ എന്ത് ന്യായമുള്ളത്? അപ്പൊ അതിന് അന്നേക്കുള്ള പേടി നമുക്ക് ഉണ്ടാവും. ആ പേടി കൊണ്ട് അല്ലാഹു പരിശോധിക്കുക നമ്മളൊക്കെ. അതുകൊണ്ട് വിശപ്പ് പറഞ്ഞല്ലോ, കടൽ ഇടുക്ക് അത് ചെറിയ കടലിലേക്കാണെങ്കിൽ അതിൽ കൂടെ കടന്നു പോകണം വാഹനങ്ങളൊക്കെ, കപ്പലുകളൊക്കെ. അതിനവിടെ നിരോധിക്കപ്പെട്ടാല് ഭക്ഷണം ഉണ്ടാവില്ല. അപ്പൊ ഹൗഫും വിശപ്പും ഒക്കെ ഉണ്ടാവും. പല നിലക്കുള്ളതായ മുസീബത്തുകളും ഫിത്തറുകളൊക്കെ ഉണ്ടാവും. അപ്പൊ നടന്ന് പാമ്പ് കഴിക്കാതെ തന്നെയല്ലോ. അപ്പൊ അങ്ങനെ പല ജാതി ബുദ്ധിമുട്ടുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല പല പ്രയാസങ്ങളെ കൊണ്ടും നമ്മളെ പരിശോധിക്കും. എന്നിട്ട് നമ്മൾ മടങ്ങുന്നുണ്ടാവും നോക്കുന്നത്. അതിന് നമ്മൾ മടങ്ങില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ തനിക്കൊന്നും അങ്ങനത്തൊന്നും ചെയ്യില്ല. കാരണം എന്തുകൊണ്ടിട്ട് അതിപ്പോ കഴിഞ്ഞു, അത് അപ്പൊ കഴിഞ്ഞപ്പോ കഴിഞ്ഞു പഴയ കാലത്തൊക്കെ ഒരാൾ മരിച്ചു പോയാൽ കുറെ ദിവസത്തിലേക്ക് അതിന് പോയിട്ടുണ്ടാവും. ഞമ്മക്കും ഇങ്ങനെ മരിക്കണമല്ലോ. ഇന്നിപ്പോ അതൊന്നും ചെയ്തോ, മരിച്ച് അത് മറവ് ചെയ്ത് അത്. ഇതിന്റെ കാരണം എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ വിശുദ്ധമാകുന്ന ഈമാൻ, ആ ഈമാൻ യഥാർത്ഥ രൂപത്തിൽ ഹൃദയത്തിലേക്ക് വരാൻ പറ്റിയതായ നിലക്കുള്ള ഒരു ശരീരമല്ല നമ്മളെ ശരീരം. അത് മനസ്സിലാക്കണം. നമ്മള് ഭക്ഷണത്തില് ഹറാമ് വന്നുകൊണ്ട് നമ്മളറിയാതെ തന്നെ അതുപോലെ തന്നെ നിരോധിക്കപ്പെട്ടതായ പല ഭക്ഷണങ്ങളും ചിലപ്പോൾ കരുതി കൂടി വന്നതാവില്ല. മഹാനാവുന്ന ഇമാം നബി തങ്ങള് അവര് ഒരു നേരം ഭക്ഷണം കഴിക്കുള്ള ദിവസം നമ്മൾ അതേമാതിരി നേരം ഭക്ഷണം കഴിക്കണമെന്നല്ല പറഞ്ഞത്. മുപ്പരത്ര ആവശ്യം ഉണ്ടാവുള്ളൂ. മുപ്പത് നേരം കഴിച്ചു അത്ര മാത്രം. നമുക്ക് 4 ആവശ്യമില്ലെങ്കിൽ 4 നേരം നമുക്ക് കഴിക്കാം. പക്ഷെ അതല്ല, ബഹുമാനപ്പെട്ടവര് ദിമിഷ്കിലുള്ള ആ പഴങ്ങൾ കഴിക്കാൻ വിളിക്കുന്നു.
കാരണം ദിമിഷ്കിലുള്ള പഴങ്ങളിൽ എന്തോ നിലക്കുള്ള ശുഭത്തുകൾ ഹറാമായ ചില സംഗതികൾ വന്നുകൂടിയിരിക്കണം എന്നുള്ളൊരു സംശയം മൂപ്പർക്കുണ്ടായി. അപ്പൊ മൂപ്പർ ദിമിഷ്കിലുള്ള ആ പഴം കഴിക്കട്ടെ. അത് ചോദിച്ച മൂപ്പർ പറഞ്ഞെന്താ ശുഭ ഷാഫി മദ്ഹബിനെ നമ്മൾ ഉപയോഗപ്പെടുത്തണമെന്നല്ല ഈ പറഞ്ഞു. മൂപ്പരെ ഭാര്യ ഇങ്ങനെ തിരുമ്പി കുളിക്കാതെ അതിപ്പോ എന്താ സുഹൃത്തിനിക്ക് വായനൊന്നും ആവശ്യത്തില്ല. മൂപ്പര് എന്തോ ഒരു സൂഫി ആയിക്കൊണ്ട് ഈ ഭാഗത്തിലായിക്കൊണ്ട് കുടിക്കല്ലേ കൊണ്ടിട്ട് പോയിക്കണല്ലോ. നിന്റെ കവളൊക്കെ ഒട്ടിപ്പോയല്ലോ, എന്ത് സംഭവിച്ചു നിനക്ക് ചോദിച്ചു. നീ രാത്രി നിനക്ക് ഭാര്യ ഉണ്ടെന്നുള്ള ബോധം നിനക്ക്